ഹായ് നമസ്കാരം, ഞാൻ സുബിൻ പെരുവല്ലൂർ. നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാംസം ഉള്ള ഒരു വസ്തു പരിചയപ്പെടുത്തുകയാണ്. പണ്ട് കൃഷിയിടങ്ങളിൽ, പാടശേഖരങ്ങളിൽ, ചെറിയ ചെറിയ തോടുകൾ, കനാലുകളിലൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് ഇതിൻ്റെ നാശം അല്ലെങ്കിൽ അത് ഇല്ലാതായി തുടങ്ങിയത് വിദേശ പക്ഷികൾ, അതായത് ദേശാടന പക്ഷികൾ വന്നതിന് ശേഷമാണ്. അതിൻ്റെ മാംസം ഉപയോഗിച്ച് അവർ ഭക്ഷിച്ച് ഇതിനെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ വിദേശ പക്ഷികളുടെ അതിപ്രസരണം, അതായത് കടന്നേറ്റം കാരണം ഇത് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ പണ്ട് കാരണവന്മാർ, അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഈ മാംസത്തെ പൈൽസ് എന്ന് പറയുന്ന അസുഖത്തെ, മൂലക്കുരു എന്നൊക്കെ പറയില്ലേ, മൂലക്കുരു പൈൽസിനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മാംസമുള്ള ഒരു ജീവിയാണ്. ഇതാണ് ആ സാധനം. ഇത് ഞവഞ്ഞിക്ക എന്ന് പറയും. ഞവഞ്ഞിക്ക എന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലൊക്കെ അത് ഞവഞ്ഞിക്ക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പേരെന്ന് അറിയില്ല. ഇത് എന്ന് പറയുന്നത് വളരെ പിന്നെ പണ്ട് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ മാംസമെടുത്ത് കറികൾ വെച്ചിരുന്നു, അല്ലെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വംശനാശം നേരിട്ടതിന് ശേഷം ഇത് എടുക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പാടില്ല എന്ന് കർശന നടപടിയും കൂടിയുണ്ട്. ഇതിൻ്റെ വംശനാശം നേരിട്ട ഒരു ജീവിയും കൂടിയാണ്. ഇത് കടിക്കുകയോ മാന്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു പാവം പിടിച്ച ഒരു ജീവിയാണ്. തൊണ്ടിൻ്റെ, നമ്മുടെ ശംഖൊക്കെ ഇല്ല, ശംഖ് ഒച്ച് അതുപോലത്തെയുള്ള ഒരു വസ്തു കൂടിയാണ്. ഈ തലമുറയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നത് വളരെ അപൂർവമായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇല്ല എന്ന് തന്നെ പറയാം. എനിക്കത് എൻ്റെ പാടശേഖരത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഞവഞ്ഞി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ തെർമോക്കോളൊക്കെ ഇല്ലേ, വൈറ്റ് തെർമോക്കോൾ ഷീറ്റ്, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മണികളായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇത് മുട്ടയിടുക. ഇത് മണിമണിയായിട്ട് അതിങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് ചെടികളിലെ ഇലകളിലെ അടിയിലൊക്കെയാണ് ഇത് മുട്ടയിടുന്നത്. അപ്പോൾ ഇത് പരിചയപ്പെടുത്തിയതിൽ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സന്തോഷം ഷെയർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.